ഹലോ ഗായ്സ്, ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കുറച്ച് അഗ്ലോണിമകളും എല്ലാ ചെടികളും ഉണ്ട്. എല്ലതും ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പല കളക്ഷൻസും പല വെറൈറ്റികളും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ വീടല്ല കേട്ടോ, നമ്മുടെ കുറച്ചടുത്തുള്ളൊരു വീടാണ്. നമ്മളൊന്നും കാണലുണ്ട്. നമ്മൾക്ക് വിശദമായിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് കരുതുന്നല്ലാതെ നമ്മളങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണേ. ഇത് നമ്മളെ ആന്തോറയാണ്, ഒരു വെറൈറ്റി. അങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ വെറൈറ്റി ഇതിനൊരു വേറെ കണ്ടിട്ട് നമ്മൾ ആനൻ്റെ ചെവി എന്നൊക്കെ ഉള്ളൊരു ഒരു ഇത് വരുന്നതാണ്. ആന്തോറയും ഒരു പുതിയ വെറൈറ്റിയാണ്, പക്ഷേ അത് കുറച്ച് റയർ വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഇവർ ഒറ്റ തൈയുള്ളത് ഇവർ 2, 3 ഒക്കെ ആക്കി വെക്കണതാണ് നല്ല. ഇതൊക്കെ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടത്. പല ചെടികളും ഉണ്ട്. ഇതോരോ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ്, ഫ്രണ്ടിലും സൈഡിലും എല്ലായിടത്തും സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരുകളോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഉള്ളത് പറയാലോ. എന്നൊക്കെ പല വെറൈറ്റികൾ പറഞ്ഞാൽ 1, 2, 3, 4, 10, 20 വെറൈറ്റി ഒന്നല്ല. ഇത് നമ്മളെ ബാമ്പുമാണ്. ചിലതിൻ്റെയൊക്കെ നമുക്ക് പേരറിയാം. ഇതൊക്കെ ഇവർ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് ഇതാണ് കേട്ടോ. ഗ്രാഫ്റ്റും ചെയ്തതും എല്ലതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ മാറ്റങ്ങളുള്ളൂ. നമ്മൾ കരുതും ഇതൊക്കെ എല്ലതും ഒന്നാണെന്ന്. പക്ഷെ ഇതിൻ്റെ ഇലകൾക്ക് ഡിഫറെൻ്റ് നോക്കൂ. ചെറിയ മാറ്റങ്ങളുള്ളൂ, പല വെറൈറ്റികളിലുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഇത്രത്തോളം ചെടികൾ കഴിയുള്ളൂ. നമ്മളെ വീട്ടിലും അഗ്ലോണിമകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊന്നും ഇങ്ങനെ സെറ്റായി വരില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഏരിയ നല്ല വെയിലുള്ള ഏരിയ ആയതുകൊണ്ടാണ്, എന്താ അറിയില്ല, അവിടെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ്സ് ചെയ്ത് മാറ്റി വെച്ചതൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് സംഭവം കേട്ടോ. ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ് ആണ്. അതിൽ ഫ്ലവർ ആരെങ്കിലും കണ്ടിട്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ കണ്ട്. ഇത് അതിൽ പെട്ടതൊരു കുഞ്ഞായിട്ടാണ്. ഇതിൽ തന്നെ 3 സൈസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇതൊരു കടും ടച്ചായിട്ട് ഇതിൽ ചെറിയൊരു ഒരു ഡിഫറെൻ്റ് ഉള്ള അങ്ങനെ 3 വെറൈറ്റിയാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കൊടുത്തതാണ് കേട്ടോ. ഇവരെ കയ്യിലില്ലാത്തൊരു ചെറിയൊരു കളർ മുമ്പ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പോകൂട്ടത്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് തന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് വല്ലാതെ അങ്ങോട്ട് കഴിയണില്ല കണ്ടപ്പോൾ നമ്മൾ എല്ലാം അങ്ങോട്ട് കൊടുത്തതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മൾക്ക് ഇവർ ചെടി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ച സ്നേക്ക് പ്ലാന്റൊക്കെ നമുക്ക് ഇവർ തന്നാണ് കേട്ടോ. ഇതൊക്കെ നോർമലി ഉള്ളതുകൊണ്ട് ഇല്ലാത്ത പല വെറൈറ്റികളിലും എല്ലാം ഉണ്ട് കേട്ടോ. പല മോഡലുകളിലുള്ള ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അഗ്ലോണിമയും അല്ലാത്തതും എല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് അഡീനിയൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ അറിയണമല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെടികൾ കാണുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്കൊരു പ്രത്യേക ഒരു വൈബ് തോന്നും. നമ്മളെ ZZ പ്ലാന്റ് ആണ്, കണ്ടില്ലേ? അല്ല, എന്തുമാത്രം ഹെൽത്തി ആയിട്ട്. ZZ പ്ലാന്റൊക്കെ അവർ കുറേ സെയിൽ ചെയ്യലുണ്ട് കേട്ടോ. 2 കളറും ഉണ്ട് ഇവരുടെ കയ്യിൽ. അതിൽ ബ്ലാക്കും ഇതുമാണ്, ഗ്രീനും. നല്ല ഹെൽത്തിൻ്റെയൊക്കെ ഇലകളുടെ വലിപ്പം നോക്കും. നല്ല നമ്മളെ കയ്യിന് ഏകദേശം ഒരു ഉള്ളനടിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത്ര ഹെൽത്തി ആവാൻ കാരണം കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കലുണ്ട്. അതാണ് മെയിൻ. ഇപ്പോൾ ഉപയോഗിക്കൽ തുടങ്ങിയതുകൊണ്ട് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ്. അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ സെറ്റാക്കി വെച്ചതാണ്. ഇത് 2, 3 പാത്രത്തിലുണ്ട്. ഇതൊരു യെല്ലോ കളറായിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം ചെടികൾ കണ്ടാൽ എനിക്ക് ഈ വീട് നമ്മളെ കുറച്ചപ്പുറത്താണ്. നമ്മൾ അടീനിയം കുഞ്ഞി തൈ എന്ന് സിറ്റൗട്ടിൽ സെറ്റാക്കി തരണം. നമ്മളെ ഓർക്കിഡ് വെറൈറ്റികളും ഉണ്ട്. എല്ലാ വെറൈറ്റികളിലും ഇവരെ കയ്യിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഓർക്കിഡിൻ്റെ ഓരോ വെറൈറ്റികളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ പാത്രത്തിൽ ഒരേപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവർക്ക് എന്തെങ്കിലും ഒരേ മാതിരി വെക്കാനാണെന്നുണ്ട്. ഇതെന്തോ ഒരു നമ്മളെ വെറൈറ്റി ചെടിയൊന്നുമല്ല കേട്ടോ. ഞാൻ ചെടിയാണെന്ന് കരുതി വീഡിയോ എടുത്തപ്പോഴാണ് ഇവർ പറഞ്ഞത് ചെറുനാരൻ ഓറഞ്ചോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞ്. ഇതിലൊക്കെ കണ്ടില്ലേ, ഇത് കുറച്ച് ബൊഗൈൻവില്ലകളാണ്. ബൊഗൈൻവില്ലകൾ ഫ്ലവർ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അവർ സെറ്റാക്കി വെച്ചതാണ്. ഇതൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കണേ. ഇതിൽ പലതും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മളെ കലാത്തിയ വെറൈറ്റികൾ ഈ കൂട്ടത്തിൽ നല്ല ഇതൊരു ഒരു മരത്തിൻ്റെ ഒരു ചുവടാക്കി സെറ്റാക്കിയതുണ്ട്. കലാത്തിയ വെറൈറ്റികൾ കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതൊരു വെറൈറ്റിയാണ്. ഇത് അങ്ങനെ തൈകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ.
പക്ഷേ ഇതിപ്പോൾ കുറച്ചായിട്ട് ഇവർ ശ്രദ്ധിക്കാൻ സൈഡിലേക്ക് മാറ്റിയതാണ്. അത് കുട്ടികൾ കുറച്ച് ഫ്രൂട്ടിൻ്റെയൊക്കെ കുടിച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡും ഉണ്ട്, എല്ലാ വെറൈറ്റികളിലും എല്ലാതും ഉണ്ട് ഇവരെ കയ്യിലിട്ടാണ്. ഇത് ഒരു വെറൈറ്റിയാണ്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ എൻ്റെ ഫോണിൽ അത്ര ഭംഗി തോന്നുന്നില്ല, പക്ഷെ നമ്മളെ കണ്ണിന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റികളിലും ഉണ്ട്, പറഞ്ഞ പോലെ തന്നെ എല്ലാതും ഉണ്ട്. സൈഡ് ഇത് ഒന്നായിട്ട് നമ്മളെ കലാത്തിയും എല്ലാതും കൂടി ഒന്നാക്കി മിക്സാക്കി വെച്ചാണ് ഇനി ഒന്ന് സെറ്റാക്കി വെക്കാനുള്ളതാണെന്ന് പറഞ്ഞത്. ഇതൊരു വെറൈറ്റി, ഇതൊക്കെ നമ്മളെ മതിലേക്കാണ് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഇത് നമ്മളെ ജറബറയുടെ കുറേ വെറൈറ്റികളാണ്. ഇപ്പോൾ ഫ്ലവറൊന്നുമില്ല, ഞാൻ ഫ്ലവറുള്ള മുമ്പ് വരെ വീഡിയോന് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓയ പ്ലാന്റ് ആണ്, ഫ്ലവറിങ് ഉണ്ട്, പക്ഷെ അത് കുറച്ചായിട്ടില്ലായതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഈ ചെടികളുണ്ടല്ലോ അതിൽ കുറേ കട്ടാക്കി ഒരുപോലെ വെച്ചിട്ടുണ്ട്. ഇത് ഹോയ പ്ലാന്റ് ആണ്, ഹോയൻ്റെ ഇലകളാണ്. ഫ്ലവറിങ് കുറച്ച് മുകളിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ നമ്മൾ സർപ്പപ്പോള എന്ന് പറയും, സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയണ ഇതിൽ തന്നെ 3 വെറൈറ്റിയാണ് ഉള്ള കയ്യിലുള്ള. ഇത് നോർമലി എല്ലായിടത്തും കാണുന്നതാണ്. ഇത് നമ്മൾ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പൊതുവെ എനിക്ക് ഇവരാണ് തന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു തൈ. കണ്ടില്ലേ, സീസി പ്ലാന്റ് പല ഭാഗത്തുമായിട്ടുണ്ട്. ഇത് ഹോയ വേറെ വെറൈറ്റിയാണ്, 2-3 സൈഡിലുണ്ട്. നല്ല ഹോയ പ്ലാന്റ് ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, പോട്ടിൽ ഹാങ് ചെയ്തിട്ടുള്ള ഒരേ വെറൈറ്റികൾ 3-4 പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചുരുണ്ടൊരു സൈസ് മോഡൽ ഇലകളാണ്. ഒരു വെറൈറ്റിയാണ്, കാരണം ഫ്രണ്ട് ഭാഗത്തന്നെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇവരെ കയ്യിൽ എല്ലാത്തിൻ്റെ മോഡലും ഉണ്ട് കേട്ടോ. ഇത് അഡീനിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള അഡീനിയംസ് ആണ്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവർ ഇതിന്മേൽ തന്നെ വിത്തുണ്ടായത് പാകിയിട്ട് നല്ല അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തൈകളൊക്കെ. അതും ഞാൻ കാണിച്ചു തരാം. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത്രത്തോനെ തൈകൾ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് വെറൈറ്റി ഡബിൾ പെറ്റലും നമ്മളെ കയ്യിലില്ലാത്ത വെറൈറ്റികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോണുണ്ട്, നമ്മൾ എണ്ണ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അത്രയുണ്ട്. നമ്മൾ അവർക്ക് ചെടി കൊടുത്തപ്പോൾ നമുക്കും തന്ന ചെടിയാണ് കേട്ടത്. നമ്മളെ കയ്യിലില്ലാത്തൊരു ചെറിയൊരു വെറൈറ്റി ആണിത്. ഞാൻ വീഡിയോ ശരിക്കും എടുത്തണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്ന് മാറിയതാണ്. എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബായ്.